ഒരു കാലത്ത് ലോക സംസ്കാരത്തിന്റെയും സാമ്പത്തിക വികസനത്തിന്റെയും കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഇറാൻ ഇന്ന് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലും പെട്ടുകിടക്കുകയാണ്. ലോകത്തെ എണ്ണ ശേഖരത്തിന്റെ 10%, പ്രകൃതിവാതക ശേഖരത്തിന്റെ 15% കൈവശമുള്ള എനർജി സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രാജ്യം എങ്ങനെയാണ് തകർച്ചയുടെ ഈ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിയതെന്നത് ഒരു പഠനാർഹമായ വിഷയമാണ്. ജനസംഖ്യയുടെ പകുതിയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരിക്കുമ്പോൾ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞ് പൂജ്യങ്ങൾ വെട്ടിക്കളയേണ്ട അവസ്ഥയിലേക്കും ഒരു രാജ്യം എത്തുന്നത് സാമ്പത്തിക ദുരന്തങ്ങളുടെ ഏറ്റവും കടുത്ത ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് പുറത്തുവരുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ജനസംഖ്യയുടെ 50% പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. ഇതൊരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെയും സാമ്പത്തിക നയങ്ങളുടെയും സമ്പൂർണ്ണ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ പോഷകാഹാരക്കുറവ് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഏകദേശം 16% പേർ പോഷകാഹാര കുറവ് അനുഭവിക്കുന്നുണ്ട്. 8 ലക്ഷത്തോളം കുട്ടികൾ പ്രോട്ടീൻ കുറവിന്റെ പ്രശ്നങ്ങളും നേരിടുന്നു. യുണിസെഫിന്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഇറാനിലെ 11% കുട്ടികൾ ഭാരക്കുറവുള്ളവരാണ്. 5% പേർ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുമുണ്ട്. ഈ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും ദൃശ്യമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് രാജ്യത്തിന്റെ കറൻസി ആയിട്ടുള്ള റിയാലിന്റെ മൂല്യ തകർച്ച. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും അന്താരാഷ്ട്ര ഉപരോധങ്ങളും റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിയിച്ചു. നിലവിൽ ഒരു അമേരിക്കൻ ഡോളറിന് 42,246 ഇറാനിയൻ റിയാലിന് തുല്യമായ മൂല്യമാണുള്ളത്. ഈ തകർച്ച ഒഴിവാക്കാനും സാമ്പത്തിക ഇടപാടുകൾ ലളിതമാക്കാനുമുള്ള ഒരു വിചിത്രമായ നടപടിയാണ് ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കറൻസിയിൽ നിന്ന് 4 പൂജ്യങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനമാണ് അവർ പ്രഖ്യാപിച്ചത്. ഈ നീക്കത്തിലൂടെ 10,000 റിയാലിന് 1 റിയാലിന്റെ മൂല്യമായി മാറും. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ ഈ നടപടിയെ വെറും തൊലിപ്പുറമേയുള്ള പരിഷ്കാരം മാത്രമായി കാണുന്നു. കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളും അനിവാര്യമാണ്. ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ ഒറ്റപ്പെട്ട കാരണങ്ങളല്ല, മറിച്ച് പലവിധ ഘടകങ്ങളുടെ സങ്കീർണമായ ഒരു കൂട്ടായ്മയുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നിരുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ 80%-ലധികം സർക്കാർ നിയന്ത്രണത്തിലാണ്. സ്വകാര്യവൽക്കരണം വളരെ കുറഞ്ഞ ഈ രീതി രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തി. ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെയും ആഗോളവൽക്കരണത്തിലൂടെയും മുന്നേറിയപ്പോൾ ഇറാൻ ഇപ്പോഴും കാലഹരണപ്പെട്ട നയങ്ങളിൽ ഉറച്ചു നിന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ. 2018 അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുപ്രധാന ആണവ കരാറിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഉപരോധങ്ങൾ കൂടുതൽ ശക്തമായത്. ഈ ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഗുരുതരമായി ബാധിച്ചു. ഇത് രാജ്യത്തെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി. ഇറാൻ ഇപ്പോൾ റഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഇറാൻ ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ്. 2021 ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 150-ാം സ്ഥാനത്താണ് ഇറാൻ. മതസ്ഥാപനങ്ങളും ഉന്നത പുരോഹിതന്മാരുമാണ് വിവിധ സർക്കാർ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇത് രാഷ്ട്രീയ ഇടപെടലുകൾക്കും സ്വജനപക്ഷത്തിനും വഴിതെളിക്കുന്നു. നികുതി നൽകാത്ത ഫൗണ്ടേഷനുകൾ ട്രില്യൺ കണക്കിന് ഡോളർ പൊതുഫണ്ട് രാഷ്ട്രീയ ഉന്നതരുടെയും പുരോഹിതന്മാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വഴിതിരിച്ചു വിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് നേരിട്ട് കാരണമാകുന്നു. നിരന്തരമായ യുദ്ധങ്ങളും അമിതമായ സൈനിക ചെലവുകളും ഇറാന്റെ ഖജനാവ് ചോർത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാഖുമായുള്ള 8 വർഷത്തെ യുദ്ധം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം $500 ബില്യൺ നഷ്ടമുണ്ടാക്കി. ഇതിനു പുറമെ ലെബനിലെ ഹിസ്ബുള്ളയെയും യമനിലെ ഹൂതികളെയും പോലുള്ള പ്രോക്സി സംഘടനകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നതും ആണവ പദ്ധതികൾക്കുള്ള വൻ ചെലവുകളും ഇറാന്റെ സമ്പത്ത് ഇല്ലാതാക്കുന്നു. സ്വന്തം ജനത പട്ടിണി കിടക്കുമ്പോഴും ആണവ ബോംബ് നിർമ്മാണത്തിന് മുൻഗണന നൽകുന്നത് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളെയും മുൻഗണനകളെയുമാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധങ്ങളും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകളും ഒരു രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമായെന്നിരിക്കെ ഇറാൻ എന്നും യുദ്ധഭീകരതയുടെ ഒരു ഭാഗമായി തുടരുന്നു. ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഇരകൾ കുട്ടികളും സ്ത്രീകളുമാണ്. പട്ടിണി, രോഗം, തെരുവ് പോരാട്ടങ്ങൾ എന്നിവ കാരണം ഓരോ മാസവും 100-ലധികം കുട്ടികൾ മരിക്കുന്നു. കുട്ടികളെ കടത്തുന്നതും ബാലവേലയും രാജ്യത്ത് സാധാരണമാണ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വധശിക്ഷ നൽകുന്ന അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. തടവിലാക്കപ്പെടുന്ന കുട്ടികൾക്ക് പലപ്പോഴും നിയമസഹായം ലഭിക്കാറില്ല. ഇറാനിയൻ നിയമം അനുസരിച്ച് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ കുറഞ്ഞത് 13 വയസ്സും ആൺകുട്ടികൾക്ക് 15 വയസ്സും പ്രായമുണ്ടായിരിക്കണം. എന്നിരുന്നാലും സാമ്പത്തിക കാരണങ്ങളാൽ പല പെൺകുട്ടികളെയും വളരെ നേരത്തെ തന്നെ വിവാഹം കഴിപ്പിക്കുന്നു. സ്ത്രീകളോടുള്ള വിവേചനം സമൂഹത്തിൽ വ്യാപകമാണ്.
സ്ത്രീകൾ പുരുഷന്മാരുടേതാണെന്നും അനുസരണക്കേട് കാണിച്ചാൽ അവരെ ശിക്ഷിക്കാൻ പുരുഷന്മാർക്ക് അവകാശമുണ്ടെന്നും ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിലും സമീപ വർഷങ്ങളിൽ സർവകലാശാല കോഴ്സുകളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലായി മുന്നോട്ട് വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് പരിഹാരമായി നോട്ടിലെ പൂജ്യങ്ങൾ വെട്ടിക്കളയുന്നത് ഒരു താൽക്കാലിക നടപടി മാത്രമാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിമുടി മാറ്റങ്ങളും ആവശ്യമാണ്. അന്താരാഷ്ട്ര സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും സാമ്പത്തിക ഉദാരവൽക്കരണവും സുതാര്യമായ ഭരണം നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു കാലത്ത് ലോകത്തിന്റെ അഭിമാനമായിരുന്ന ഇറാൻ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ദുരന്ത കഥ കൂടുതൽ ദയനീയമായി മാറും.